നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ലോൺ ശരിയാക്കി തരാമെന്ന വ്യാജ വാഗ്ദാനം നൽകി 66,560 രൂപ കൈപ്പറ്റി തട്ടിയെടുത്ത കേസിൽ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പ്രതിയായ കോഴിക്കോട് വച്ചുതാനാളെ മാലതി നഗർ സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. മതിലകം പാപ്പിനിവട്ടം പാമ്പിനെഴുത്ത് വീട്ടിൽ മുഹമ്മദ് ഷമീർ എന്നയാളോട് മുംബൈ സ്വദേശിയിൽ നിന്നും 2 കോടി രൂപ ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മുഹമ്മദ് ഷമീറിൽ നിന്നും 2025 ജൂലൈ 5 മുതൽ പല തവണകളായി 66,560 രൂപ കൈപ്പറ്റുകയും ലോൺ ശരിയാക്കി നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അബ്ദുൾ റസാഖിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി MK, സബ് ഇൻസ്പെക്ടർമാരായ അജയ്, വിശാഖ, ASI വഹാബ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷനിൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. മുപ്ലിയം ഉപ്പുഴി ലിഫ്റ്റ് ഇറിഗേഷൻ 1ാം ഘട്ടം പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനവും 2ാം ഘട്ടം ആരംഭത്തിന്റെ പ്രഖ്യാപനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വൈസ് പ്രസിഡന്റ് TG അശോകൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ബഷീർ, റോസിലി തോമസ്, മൈനർ ഇറിഗേഷൻ കൊടകര ഡിവിഷൻ AE PP ജയശ്രീ, ബേബി മാത്യു എന്നിവർ പ്രസംഗിച്ചു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വിശിഷ്ടാതിഥികളായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, SMC ചെയർമാൻ CK സുദേവൻ, കിഷോർ N കരുൺ, സമീന തോമസ്, VHC പ്രിൻസിപ്പാൾ R രാജലക്ഷ്മി, സിബി ശിവജി എന്നിവർ സന്നിഹിതരായി. തുടർച്ചയായ ഇടിവിന് വിരാമമിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. 1 പവന് 560 രൂപയാണ് ബുധനാഴ്ചത്തെ വർധനവ്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 89,160 രൂപയായി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 11,145 രൂപയാണ് വില. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 8,760 രൂപയുടെ വലിയ ഇടിവ് നേരിട്ടതിന് ശേഷമാണ് ബുധനാഴ്ച വില വർദ്ധിച്ചത്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരത്തോടെ പലിശ നയം പ്രഖ്യാപിക്കാനിരിക്കെയാണ് സ്വർണ്ണവിലയുടെ ഈ തിരിച്ചുകയറ്റം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി ആവേശം അലതല്ലിയ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സാംസ്കാരിക നഗരിയിലെ പുത്തൂർ എന്ന കൊച്ചു ഗ്രാമത്തെ വികസിത കേരളത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് എത്തിയത് ജനസഹസ്രങ്ങളാണ്. സുവോളജിക്കൽ പാർക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജന്റെ സ്വാഗത പ്രസംഗത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ കേവലം ഒരു മൃഗശാലയല്ല, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ ആരംഭിക്കാനുള്ള ഒരേ ഒരു കാരണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിച്ച എന്ന പദ്ധതിയാണ്. കേരളത്തിന്റെ വികസന കുതിപ്പിന് നാഴികക്കല്ലായത് കിഫ്ബി പദ്ധതിയാണെന്നും എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ കഴിയുമെന്നും തൃശൂർ സുവോളജിക്കൽ പാർക്കും കിഫ്ബിയുടെ ഏറ്റവും മികച്ച സംഭാവനയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ സാധിക്കും. സ്കൂളുകളായി, ആശുപത്രികളായി, റോഡുകളായി, പാലങ്ങളായി, ഫ്ലൈഓവറുകളായി, വിവിധ പദ്ധതികളായി, അങ്ങനെ പല രൂപത്തിൽ കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ്
സുവോളജിക്കൽ പാർക്കും എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക സ്റ്റാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, ധനമന്ത്രി K ബാലഗോപാൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, K രാധാകൃഷ്ണൻ MP, MLA മാർ, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, KP രാജേന്ദ്രൻ, മുൻ മന്ത്രിമാരായ K രാജു, VS സുനിൽകുമാർ, സുവോളജിക്കൽ പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടലരസൻ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, IM വിജയൻ, ജോപ്പോൾ അഞ്ചേരി തുടങ്ങി കലാ, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രാമീണ റോഡ് വികസനത്തിന് പഞ്ചായത്തുകൾക്ക് 1000 കോടി അനുവദിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് 4 കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ പോകുന്ന പുതിയ പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലടക്കം നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കേരളം നടത്തുന്നതെന്നും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി മുഖ്യമന്ത്രിയുടെ പദ്ധതി വഴി 1000 കോടി രൂപയോളം പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്നുണ്ടെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര സഹായം ലഭിക്കാതിരുന്നിട്ടും വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കേരളത്തിന് കഴിഞ്ഞതായും IT പാർക്കുകൾ വൻ നഗരങ്ങളിൽ നിന്ന് മാറി കൊരട്ടി, ചാലക്കുടി വരെ വന്നതായും കൂടുതൽ ചെറുപ്പക്കാർ IT രംഗത്തേക്ക് വരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശുചിത്വം ഉറപ്പാക്കാനും മാലിന്യ സംസ്കരണത്തിനുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ബ്രഹ്മപുരം മോഡൽ അടക്കം ഉയർത്തിക്കാട്ടി മന്ത്രി അഭിനന്ദിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ വാർഡുകളിലേക്ക് വീതം വെച്ച് കൊടുക്കുന്നതിനേക്കാൾ പൊതു താൽപര്യം പരിഗണിച്ച് പദ്ധതികൾ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പിൽ നിന്നും 2.5 കോടി രൂപയും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി 1.5 കോടി രൂപയും ചേർത്ത് 4 കോടി രൂപ ചെലവിലാണ് നന്മണിക്കരയിൽ പുതിയ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി 14,313.07 ചതുരശ്ര അടി വിസ്തൃതിയിൽ വിവിധ സൗകര്യങ്ങളോട് കൂടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ CP വിൻസെന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ സജിൻ മേലേടത്ത്, ഭദ്ര മനു, KV ഷാജു, ട്രീസ ബാബു, റോസിലി റപ്പായ്, സണ്ണി ചെറിയാലത്ത്, ബിന്ദു ശശീന്ദ്രൻ, KA അനിൽകുമാർ, ഷിൻഡ സനോജ്, ബേബി മോഹൻദാസ്, രാജേഷ് കുമാർ, നിഷ വേണു, VT ജയലക്ഷ്മി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സജു ഡേവിഡ്, പഞ്ചായത്ത് സെക്രട്ടറി K അജിത, CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇവരെല്ലാവരും രാഷ്ട്രീയം വ്യത്യസ്തമായിട്ടൊക്കെ ഉള്ളവരാണ്. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും പാർട്ടിക്കാരാവില്ല, അവർ മുന്നണിയാവില്ല. പക്ഷെ നാട്ടുപ്രതി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് നാടിന് വേണ്ടിയിട്ടാണ്. അക്കാര്യത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് കാര്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നാട്ടിൽ വലിയ മാറ്റങ്ങളുണ്ടാവും, കാലം കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. പണ്ട് മുതലേ യാത്ര ചെയ്യുമ്പോൾ ഈ പ്രദേശം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് കൊടകര, പുതുക്കാട് കാര്യം മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ മേലോട്ട് വയ്ക്കുന്ന പോർപ്പള്ളി വഴിയാണ്. നിങ്ങൾക്കത് പുതുമയായി തോന്നില്ല, പക്ഷെ ധാരാളം പോർപ്പള്ളി വഴി വെളിയിലെ വരുമ്പോൾ മനസ്സിലാക്കാവുന്ന സ്ഥലമാണ്. ഈ ഇഷ്ടികകളുടെ അല്ലെങ്കിൽ ഒട്ടു ഫാക്ടറികളുടെ നാടാണ് ഇത്. വളരെ വേഗതയിൽ തന്നെ ബഡ്ജറ്റ് അവതരണ ഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട തുക ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തിയ അതിന് നേതൃത്വം നൽകുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിനെയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളായ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ പ്രത്യേകമായി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. സംസ്ഥാന ബജറ്റിൽ 2.5 കോടി രൂപ നമുക്ക് അനുമതി ലഭിച്ചതിൻ്റെ കൂടി ഭാഗമായി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി 4 കോടി രൂപയുടെ
14,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉതകുന്ന തരത്തിൽ ഒരു മനോഹരമായ കെട്ടിടം സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ബഡ്ജറ്റിൽ നിന്ന് 2.5 കോടി രൂപയും ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ 4 കോടി രൂപയും ഒക്കെ തന്നെ സമാഹരിച്ചുകൊണ്ട് നടപ്പാക്കുന്നത്. നേരത്തെ ബഹുമാനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ് തുടങ്ങിയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 7 ഗ്രാമപഞ്ചായത്തുകൾ അതിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ ഏതാണ്ട് 100% മാർക്ക് മേടിച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച പഞ്ചായത്താണ്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,145 രൂപയും പവന് 89,160 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.